കുട്ടികളെ, ഈ കഥയുടെ ആദ്യ ഭാഗം ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും അത് കേട്ട് മനസ്സിലാക്കണം. അപ്പോൾ നമ്മൾക്ക് ഇനി ഈ കഥയുടെ അടുത്ത ഭാഗത്തിലേക്ക് കടക്കാം. गुलमोहर का जन्मदिन 6 मई की शाम। मीना के घर के बगीचे में गुलमोहर के पेड़ के नीचे एक दरी बिछी है। दरी पर सफ़ेद चादर है। एक और खाने पीने की चीज़ें रखी हैं। निर्मल, चंपा, कुलवंत, पुष्पा, नसीम बानो और शीला बातें करती चली आ रही हैं। सबके हाथों में उपहार है। मीना, दिखाओ तो वो गुलमोहर कहाँ है? निर्मल बोली। 6 मई की शाम। മെയ് 6 തീയതി വൈകുന്നേരം. മെയ് 6 വൈകുന്നേരം എന്താണ് അവിടെ നടക്കുന്നത്? നമുക്കൊന്ന് നോക്കാം. मीना के घर के बगीचे में गुलमोहर के पेड़ के नीचे एक दरी बिछी है. മീനയുടെ വീട്ടിൽ, അവരുടെ പൂന്തോട്ടത്തിൽ, ബഗീച്ച എന്ന് പറഞ്ഞാൽ പൂന്തോട്ടം, വാഗമരത്തിൻ്റെ താഴെ എന്താണ്, ഒരു കാർപ്പറ്റ് വിരിച്ചിട്ടുണ്ട്. മീനയുടെ വീട്ടിൻ്റെ പൂന്തോട്ടത്തിൽ ആ വാഗമരത്തിൻ്റെ താഴെ ഒരു കാർപ്പറ്റ് വിരിച്ചിട്ടുണ്ട്. ദരി, കാർപ്പറ്റ്, ബഗീച്ച, പൂന്തോട്ടം, ഘർ എന്ന് പറഞ്ഞാൽ വീട്. ദരി പർ സഫേദ് ചാദർ ഹെ. കാർപ്പറ്റിന്റെ മുകളിൽ എന്താണ്? സഫേദ് എന്ന് പറഞ്ഞാൽ വെള്ള, ചാദർ എന്ന് പറഞ്ഞാൽ വിരി. ആ കാർപ്പറ്റിന്റെ മുകളിൽ ഒരു വെള്ള വിരിയുണ്ട്. एक और खाने पीने की चीजें रखी है. ഒരു സൈഡിലെ ഖാനെ പീനേക്ക് എന്ന് പറഞ്ഞാൽ കഴിക്കാനും കുടിക്കാനുമുള്ള സാധനങ്ങൾ. ചീസെ എന്ന് പറഞ്ഞാൽ സാധനങ്ങൾ. ഒരു സൈഡിൽ കഴിക്കാനും കുടിക്കാനും ഉള്ള സാധനങ്ങൾ അവിടെ വെച്ചിട്ടുണ്ട്. റഖി ഹെ എന്ന് പറഞ്ഞാൽ വെച്ചിട്ടുണ്ട്. आओ आओ ये देखो. मीना ने बगीचे में उन्हें गुलमोहर का वृक्ष दिखाया. कोमल कोमल पत्तियों वाला एक सुंदर वृक्ष. पत्तियों के बीच में से लाल और केसरिया रंग के सुंदर फूल झांक रहे थे. मानो मीना की सहेलियों को देखकर धीमे धीमे मुस्कुरा रही हैं. അപ്പോൾ ഇവിടെ മീന എന്താണ് പറയുന്നത്? ഫ്രണ്ട്സിനൊക്കെ, വരൂ വരൂ, ഇത് നോക്കൂ, ഇതാണ് എൻ്റെ ഗുൽമോഹറിൻ്റെ വൃക്ഷം, പറഞ്ഞാൽ വാഗമരം. മീനാനെ ബഗീച്ചമേ ഉൻഹെ ഗുൽമോഹർ ക വൃക്ഷ ദിഖായ. ആ പൂന്തോട്ടത്തിൽ മീന അവരെ എന്താ കാണിച്ചു കൊടുത്ത്? ആ വാഗമരം എല്ലാ കൂട്ടുകാരികളെയും കാണിച്ചു കൊടുത്തു. ദിഖായ എന്ന് പറഞ്ഞാൽ കാണിക്കുക, വൃക്ഷ് എന്ന് പറഞ്ഞാൽ മരം. കോമൽ കോമൽ പത്തിയും വാല ഏക് സുന്ദർ വൃക്ഷ്. വളരെ മനോഹരമായ സോഫ്റ്റ് ആയിട്ടുള്ള പത്തി. പത്തി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇലകൾ. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഇലകൾ, മനോഹരമായ ഇലകളുള്ള ഒരു സുന്ദരമായ വൃക്ഷം. സുന്ദർ എന്ന് പറഞ്ഞാൽ ഭംഗിയുള്ള അല്ലെങ്കിൽ മനോഹരമായ ഒരു വൃക്ഷം. പത്തിയോं के बीच में से लाल और केसरिया रंग के सुंदर फूल झांक रहे थे. ആ ഇലകളുടെ ഇടയിൽ നിന്ന് ചുമപ്പും കുങ്കുമ കളറുള്ള സുന്ദരമായ ഭംഗിയുള്ള ആ പൂക്കൾ അവിടുന്ന് എത്തിച്ചു നോക്കുന്നുണ്ടായിരുന്നു. ബീച്ച് ഇടയിൽ നിന്ന്. ലാൽ എന്ന് പറഞ്ഞാൽ ചുമപ്പ്, കേസരിയ എന്ന് പറഞ്ഞാൽ കുങ്കുമം, രംഗ് എന്ന് പറഞ്ഞാൽ നിറം, സുന്ദർ സുന്ദരമായ അല്ലെങ്കിൽ മനോഹരമായ, ഫൂൽ പൂവ്, ഝാങ്കന എത്തിച്ചു നോക്കുന്നുണ്ടായിരുന്നു. മാനോ മീന की सहेलियों को देखकर धीमे धीमे मुस्कुरा रही हूँ. അത് കണ്ടിട്ട് എന്താ നമ്മൾക്ക് തോന്നിയത്? മീനയുടെ കൂട്ടുകാരികളെ കണ്ടപ്പം ആ വൃക്ഷം അവർ നോക്കി പതുക്കെ പതുക്കെ പുഞ്ചിരിക്കുന്നത് പോലെയാണ് അത് കാണുമ്പോൾ നമ്മൾക്ക് തോന്നുന്നുണ്ടായിരുന്നത്. അടുത്തത് ഒരു പോസ്റ്ററാണ്. പോസ്റ്റർ എന്താണെന്ന് നോക്കാം. ജൂൺ 5 വിശ്വ പര്യാവരൺ ദിവസ്. ജൂൺ 5 ലോക പരിസ്ഥിതി ദിനം. ഈ ദിനത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് നിങ്ങൾക്കറിയാമോ കുട്ടികളെ? എന്താണ് ഈ ദിവസം നമ്മൾ ചെയ്യുന്നത്? ഈ ദിവസത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ
പരിസ്ഥിതി സംരക്ഷണം പ്രോത്സാഹിക്കാൻ വേണ്ടിയാണ് ഈ ദിനം നമ്മൾ ആഘോഷിക്കുന്നത്. जन्मदिन की बधाई हो गुलमोहर। निर्मल ने हंसकर कहा। मीना, अब बताओ गुलमोहर का जन्मदिन क्यों मना रही हो? निर्मल ने पूछा। ये बेचारा पिछले रविवार को ही कटा जाने वाला था। मीना बोली। क्यों? क्योंकि इस पर फूल नहीं आ रहे थे। 6 साल पहले घर तैयार हो जाने के बाद माँ ने बगीचा लगवाया, हरी घास लगवाई, फूलों की क्यारियां बनाई, अमरूद, आम और गुलमोहर के 2-2 पौधे लगवाए। एक में से लाल और दूसरे में से पीले रंग के फूल निकलने चाहिए थे। पेड़ लगने के कुछ साल बाद एक में से पीले रंग के फूल निकल आए, लेकिन इस पेड़ पर चौथे साल भी फूल नहीं आए। अच्छा तो फिर? निर्मल ने पूछा। जन्मदिन की बधाई हो गुलमोहर। निर्मल ने हंसकर कहा। गुलमोहर, ജന്മദിന ആശംസകൾ. നിർമ്മൽ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ബധായി എന്ന് പറഞ്ഞാൽ ആശംസകൾ, ഹസ്ന എന്ന് പറഞ്ഞാൽ ചിരി. मीना, अब बताओ गुलमोहर का जन्मदिन क्यों मना रही हो? निर्मल ने पूछा. അത് കഴിഞ്ഞിട്ട് നിർമ്മൽ മീനയോട് ചോദിച്ചു. മീന, ഇനി പറയും, ഈ വാഗമരത്തിൻ്റെ ജന്മദിനം എന്തുകൊണ്ടാണ് ആഘോഷിക്കുന്നത്? അപ്പോൾ മീന ഇനി തിരിച്ചു പറയാണ്. ये बेचारा पिछले रविवार को ही कटा जाने वाला था. ഈ പാവം മരം കഴിഞ്ഞ ഞായറാഴ്ച തന്നെ ഇതിനെ വെട്ടാൻ പോകുകയായിരുന്നു. ബെച്ചാര എന്ന് പറഞ്ഞാൽ പാവം, രവിവാർ എന്ന് പറഞ്ഞാൽ സൺഡേ എന്ന് പറഞ്ഞാൽ ഞായറാഴ്ച, പിച്ചിലെ കഴിഞ്ഞ, കട്ട വെട്ടാൻ മുറിക്കാൻ പോകുകയായിരുന്നു. ക്യൂ? എന്തേ? क्योंकि इस पर फूल नहीं आ रहे थे. എന്തായിരുന്നു കാരണം? ഈ മരത്തിൻ്റെ മുകളിൽ പൂക്കൾ വിരിയുന്നുണ്ടായിരുന്നില്ല. 6 साल पहले घर तैयार हो जाने के बाद माँ ने बगीचा लगवाया. 6 വർഷങ്ങൾക്ക് മുമ്പ് വീട് തയ്യാറായതിനു ശേഷം അമ്മ എന്താണ് ചെയ്തത്? ഒരു പൂന്തോട്ടം ഉണ്ടാക്കി. ഹരി ഘാസ് ലഗ്വായി. ഹരി ഘാസ് എന്ന് പറഞ്ഞാൽ പച്ചപ്പുല്ല്. ഹരി എന്ന് പറഞ്ഞാൽ പച്ച, ഘാസ് എന്ന് പറഞ്ഞാൽ പുല്ല്. ലഗ്വായി നട്ടു, അവിടെ പച്ചപ്പുല്ലുകൾ നട്ടു. ഫൂലോं की क्यारियां बनवाई. फूलों की क्यारियां എന്ന് പറഞ്ഞാൽ പൂമെത്ത ഉണ്ടാക്കി. अमरूद, आम और गुलमोहर की 2-2 पौधे लगवाए. അമരൂദ് എന്ന് പറഞ്ഞാൽ പേര, ആം എന്ന് പറഞ്ഞാൽ മാങ്ങ, ഗുൽമോഹർ അതിൻ്റെ എല്ലാത്തിൻ്റെയും ദോ എന്ന് പറഞ്ഞാൽ രണ്ട് ചെടികൾ നട്ടു. അപ്പം എന്തൊക്കെയാ? പേര, മാങ്ങ, പിന്നെ വാഗമരത്തിൻ്റെ എല്ലാത്തിൻ്റെയും 2 ചെടികൾ നട്ടു. एक में से लाल और दूसरे में से पीले रंग के फूल निकलने चाहिए थे. ഒരു വാഗമരത്തിൽ നിന്ന് ഏതാ മഞ്ഞ കളറും ഒരു വാഗമരത്തിൽ നിന്ന് ചുമന്ന കളറും പൂക്കളാണ് വിരിയേണ്ടതായിരുന്നത്. ലാൽ എന്ന് പറഞ്ഞാൽ ചുമപ്പ്, പീല എന്ന് പറഞ്ഞാൽ മഞ്ഞ. അപ്പോൾ ഈ 2 പൂക്കളാണ് വിരിയേണ്ടതായിരുന്നത്. पेड़ लगने के कुछ साल बाद एक में से पीले रंग का फूल निकल आया. ഇത് ഈ ചെടികളൊക്കെ ഈ നമ്മൾ ചെടി നട്ടതിന് ശേഷം കുറച്ച് കാലങ്ങൾക്ക് ശേഷം മഞ്ഞപ്പൂക്കൾ വിരിഞ്ഞു തുടങ്ങി. പക്ഷേ 4 വർഷം ലേക്കിൻ ഇസ് പേട് പർ ചौथे साल भी फूल नहीं आया. 4 വർഷങ്ങൾക്ക് ശേഷം പോലും ഈ മരത്തിൽ ഒരു പൂവും വിരിഞ്ഞില്ല. അച്ഛാ तो फिर? നിർമ്മൽ ने पूछा. നിർമ്മൽ പിന്നെ ചോദിച്ചു, ഓ അങ്ങനെയാണോ? അത് കഴിഞ്ഞിട്ട് माँ ने कहा, इस पेड़ को कटवाकर दूसरा लगवाते हैं. पर मैं इस पेड़ को बहुत चाहती थी. मैं सोचती इस पेड़ पर फूल तो नहीं आए, मगर इसके पत्ते और इसकी डालें कितनी सुंदर हैं, कितनी ठंडी ठंडी छाया देती है, और मेरे कमरे की खिड़की में से ये कितना अच्छा लगता है. मैं सोचती
इस पेड़ पर एक न एक दिन जरूर फूल आएंगे। माँ ने पक्का फैसला लिया था पेड़ कटवाने का। मैंने माँ से बड़े प्यार से कहा, माँ अगर अगली गर्मी में भी इस पर फूल ना आए तो आप बेशक इसे कटवा दीजिए। मैं चुपके चुपके इसे कुछ और पानी दे आती, किंतु इस गर्मी में भी इस पर कोई फूल नहीं खिला। इस पर मैं बहुत उदास थी। मैंने सोचा माँ इसको जरूर कटवा देगी। एक दिन माँ ने माली से कहा, इस गुलमोहर को काट दो और इसकी जगह पर दूसरा गुलमोहर लगवाओ। माँ ने कहा, इस पेड़ को कटवाकर दूसरा लगवाते हैं। 4 വർഷങ്ങളായിട്ടും ഈ മരത്തിൻ്റെ മുകളിൽ ഒരു പൂവും വിരിഞ്ഞില്ല. അപ്പോൾ അമ്മ എന്താ പറഞ്ഞേ, ഇസ് പേड़ को कटवाकर दूसरा लगवा देते हैं. ഈ മരം മുറിച്ചിട്ട് വെട്ടിയിട്ട് നമുക്ക് വേറൊരു ചെടി നടാമെന്ന്. കട്വാക്കർ പറഞ്ഞാൽ മുറിച്ചിട്ട്, ദൂസര വേറെ, അടുത്ത ചെടി लगवाते हैं നടാം. लगवाना എന്ന് പറഞ്ഞാൽ നടാം. पर मैं इस पेड़ को बहुत चाहती थी. പക്ഷേ എനിക്ക് ഈ മരം വളരെയധികം ഇഷ്ടമായിരുന്നു. ഈ മരം ബഹുത് എന്ന് പറഞ്ഞാൽ വളരെ അധികം, ചാഹത്തി ഇഷ്ടം. എനിക്ക് ഈ മരത്തിനോട് വളരെയധികം ഇഷ്ടമുണ്ടായിരുന്നു. मैं सोचती इस पेड़ पर फूल तो नहीं आए. ഞാൻ എന്താ വിചാരിക്കുക, സോച്ചന എന്ന് പറഞ്ഞാൽ വിചാരിക്കുക. ഞാൻ എന്താ ചിന്തിക്കുക അല്ലെങ്കിൽ വിചാരിക്കുക, ഈ മരത്തിൽ പൂക്കളൊന്നും വിരിഞ്ഞില്ല. മഗർ इसके पत्ते और इसकी डाली कितनी सुंदर है. പക്ഷേ മഗർ എന്ന് പറഞ്ഞാൽ പക്ഷേ ഇതിൻ്റെ എന്തൊക്കെയാണ്, പത്തി എന്ന് പറഞ്ഞാൽ ഇലകൾ, ഡാലി എന്ന് പറഞ്ഞാൽ ശാഖ. ഇതിൻ്റെ ഇലകളും ശാഖകളും കാണാൻ എന്തൊരു മനോഹരമാണ്. സുന്ദർ എന്ന് പറഞ്ഞാൽ ഭംഗി അല്ലെങ്കിൽ മനോഹരമാണ്. കിത്നി ठंडी ठंडी ഛായ देती है. ठंडी എന്ന് പറഞ്ഞാൽ തണുപ്പ്, ഛായ എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് തണുത്ത തണൽ. എന്തൊരു തണുത്ത തണലാണ്. നമുക്ക് ഇതിൻ്റെ താഴെ പോയി നിന്നാൽ कितनी ठंडी ठंडी ഛായ देती है और मेरी कमरे की खिड़की से ये कितना अच्छा लगता है. എൻ്റെ ജനവാതിൽ കൂടെ നോക്കുക, എൻ്റെ മുറിയിൽ നിന്ന് എൻ്റെ ജനവാതിലിൽ നിന്ന് നോക്കുമ്പോൾ ഇതിനെ കാണാൻ എന്ത് ഭംഗിയാണ്. മേര കമറ എന്ന് പറഞ്ഞാൽ മുറി, खिड़की എന്ന് പറഞ്ഞാൽ ജനവാതിൽ. मैं सोचती इस पेड़ पर एक न एक दिन जरूर फूल आएंगे. ഞാൻ എന്താ വിചാരിക്കുക, ഈ മരത്തിന്റെ മുകളിൽ ഏതെങ്കിലും ഒരു കാലത്ത് പൂക്കൾ എന്തായാലും വിരിയും. അതായിരുന്നു മീനയുടെ വിശ്വാസം. माँ ने पक्का फैसला लिया था पेड़ कटवाने का. പക്ക എന്ന് പറഞ്ഞാൽ ഉറച്ച തീരുമാനം, ഫൈസല എന്ന് പറഞ്ഞാൽ തീരുമാനം. അമ്മ ഉറച്ച തീരുമാനത്തിലായിരുന്നു ഈ മരം നമ്മൾ മുറിക്കണം എന്ന്. मैंने माँ से बड़े प्यार से कहा, माँ अगर अगली गर्मी में भी इस पर फूल ना आए तो अब बेशक इसे कटवा देना. ഞാൻ അമ്മയോട് വളരെയധികം സ്നേഹത്തോടു കൂടി പറഞ്ഞു, അമ്മ അടുത്ത വേനൽക്കാലത്തും അടുത്ത ചൂടുകാലത്തും ഈ മരത്തിൻ്റെ മുകളിൽ പൂക്കൾ വിരിഞ്ഞില്ലെങ്കിൽ അമ്മ തീർച്ചയായും ഈ മരം വെട്ടിക്കോളൂ. എന്താണ് പ്യാർ എന്ന് പറഞ്ഞാൽ സ്നേഹത്തോടു കൂടി, സ്നേഹം. അഗ്ലി ബാർ, അടുത്ത, അഗ്ലി എന്ന് പറഞ്ഞാൽ അടുത്ത. ഗർമി എന്നവർ ഉദ്ദേശിക്കുന്നത് വേനൽക്കാലത്തെയാണ് ഇവിടെ. ബേശക് ഉറപ്പായിട്ടും, കട്വാ ദീജിയേഗ, അത് ആ മരം മുറിച്ചോളൂ. मैं ചുക്കി ഇസേ കുച്ച് ഓർ പാനി ദേ ആത്തി. ആരും കാണാണ്ട് ഞാൻ ഈ ഇവിടെ പോയിട്ട് കുറച്ചുകൂടി ആ മരത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുമായിരുന്നു. किंतु इस गर्मी में भी इस पर कोई फूल नहीं खिला. പക്ഷേ ഈ ചൂടുകാലത്തും ഈ മരത്തിന്റെ മുകളിൽ ഒരു പൂക്കളും വിരിഞ്ഞില്ല. ഗർമി എന്ന് പറഞ്ഞാൽ വേനൽക്കാലം. ഒരു പൂക്കളും, പൂയി എന്ന് പറഞ്ഞാൽ ഒരു പൂക്കളും ഇതിൽ വിരിഞ്ഞില്ല. इस पर मैं बहुत उदास थी. അത് കാരണം എനിക്ക് വളരെയധികം സങ്കടമായിരുന്നു. ഉദാസ് എന്ന് പറഞ്ഞാൽ സങ്കടം. मैंने सोचा माँ इसको जरूर कटवा देगी. ഞാൻ വിചാരിച്ചു അമ്മ ഇപ്രാവശ്യം എന്തായാലും ഈ മരം മുറിക്കുമെന്ന്.
एक दिन माँ ने माली से कहा, इस गुलमोहर को काट दो और इसकी जगह पर दूसरा गुलमोहर लगा दो. ഒരു ദിവസം അമ്മ അവിടെ തോട്ടക്കാരനുണ്ടായിരുന്നു, പൂന്തോട്ടക്കാരൻ. മാലി എന്ന് പറഞ്ഞ പൂന്തോട്ടക്കാരൻ. അപ്പൊ അമ്മ മാലിയോട് പറയാണ്, ഈ മരം നിങ്ങൾ വെട്ടിക്കോ, മുറിച്ചിട്ട് പുതിയൊരു ഗുൽമോഹർ ഇതിന്റെ ഒരു വൃക്ഷമല്ല, ചെറിയൊരു തൈ അവിടെ വെക്കാൻ പൂന്തോട്ടക്കാരനോട് അമ്മ പറഞ്ഞു. मैं सारे दिन बहुत उदास रही. कल तो मेरा प्यारा पेड़ होगा ही नहीं. दूसरे दिन सुबह माँ मुझे जगाते हुए बोली, मीना मीना उठो उठो, तुम्हें कुछ दिखाऊं, जरा गुलमोहर को देखो. कहाँ, क्या? मैं आंख मलते हुए देखने लगी. ध्यान से देखो, गुलमोहर के पत्तों के बीच फूल, गुलमोहर पर फूल आए हैं. मैं खुशी से नाचने लगी. देखो देखो माँ, मैं कहती थी ना कि इस गर्मी में मेरे गुलमोहर पर फूल आएंगे. मैं बोली. पहली बार आए 5-6 लाल फूल हरे हरे पत्तों में से झांक रहे थे. कितने सुंदर लग रहे थे. मैं भागकर नीचे बगीचे में गई और गुलमोहर के पेड़ से लिपट गई. कितनी अच्छी बात हुई, इस बेचारे पर फूल आ गए. निर्मल बोली. मैं सारे दिन बहुत उदास रही. ആ ദിവസം മുഴുവനും ഞാൻ വളരെയധികം വിഷമിച്ചിരുന്നു. സാരെ മുഴുവൻ. കൽ തു മേരാ പ്യാരാ പേർ ഹോഗാ ഹി നഹി. നാളെ എൻ്റെ പ്രിയപ്പെട്ട മരം ഇവിടെ ഉണ്ടാകില്ലല്ലോ. അതിനെ നാളെ അമ്മ മുറിക്കാൻ തീരുമാനിച്ചിരുന്നു. दूसरे दिन सुबह माँ मुझे जगाते हुए बोली. അടുത്ത ദിവസം കാലത്ത് അമ്മ എന്നെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, എഴുന്നേൽപ്പിച്ചു. ദൂസര അടുത്ത ദിവസം. ദിൻ എന്ന് പറഞ്ഞാൽ ദിവസം. സുബ എന്ന് പറഞ്ഞാൽ കാലത്ത്. ജഗാത്തെ ഉണർത്തിക്കൊണ്ട്. ജഗാന എന്ന് പറഞ്ഞാൽ ഉണർത്തുക. അമ്മ എന്താ പറഞ്ഞ കാലത്ത് മീനയെ വിളിച്ച് ഉണർത്തിയിട്ട് എന്താ പറഞ്ഞേ? മീന മീന ഉഠോ ഉഠോ, മീന എണീക്കൂ. ഉഠോ എന്ന് പറഞ്ഞാൽ എഴുന്നേൽക്കൂ. കുച്ച് ദിഖാओ, ഞാനൊരു സാധനം കാണിക്കാം. ജറ ഗുൽമോഹർ കോ ദേഖോ, ആ വാഗമരത്തെ ഒന്ന് നോക്കിയേ. കഹാ ക്യാ? मैं आंख मलते हुए देखने लगी. എന്താ എവിടെയാ? ഞാൻ കണ്ണ് തിരുമ്മിക്കൊണ്ട് നോക്കുന്നുണ്ടായിരുന്നു. മല്ല എന്ന് പറഞ്ഞാൽ തിരുമ്പുക. ധ്യാൻ സെ ദേഖോ, ഗുൽമോഹർ കെ പത്തോം കെ ബീച്ച്. ശ്രദ്ധിച്ചു നോക്കൂ, വാഗമരത്തിന്റെ ആ ഇലകൾക്കിടയിൽ ഒന്ന് എത്തിച്ചു നോക്കൂ. ധ്യാൻ എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ചു. അപ്പൊ അമ്മ എന്താ പറയുന്നത്? ശ്രദ്ധിച്ച മരങ്ങൾ, ആ ഇലകളുടെ ഇടയിലൊന്ന് നോക്കിയേ മീനോട് പറയണം മീനയുടെ അമ്മ. ഫൂൽ, ഗുൽമോഹർ പർ ഫൂൽ ആകെ. എന്താണ് മീന കാണുന്നത്? പൂക്കൾ. മരത്തിന്റെ ആ ഇലകളുടെ ഇടയിൽ പൂക്കൾ. മീന എന്താ കണ്ടത്? ആ ഗുൽമോഹർ മരത്തിന്റെ വൃക്ഷത്തിന്റെ ഇലകൾക്കിടയിൽ പൂക്കൾ കാണുന്നു. मैं खुशी से नाचने लगी. സന്തോഷം കൊണ്ട് ഞാൻ നൃത്തമാടി തുടങ്ങി. നാച്ചന എന്ന് പറഞ്ഞാൽ നൃത്തം. देखो देखो माँ, मैं कहती थी ना कि इस गर्मी में मेरे गुलमोहर पर फूल आएंगे. മീര മോഡ് എന്താ പറയണത്? നോക്കമ്മ, ഞാൻ പറഞ്ഞിരുന്നില്ലേ ഈ വേനൽക്കാലത്ത് എന്തായാലും എൻ്റെ വാഗമരത്തിൽ പൂക്കൾ വിരിയുമെന്ന്. അത് മീന അമ്മോട് പറയാം. पहली बार आए 5-6 लाल फूल हरे हरे पत्तों से झांक रहे थे. ആദ്യമായിട്ട്, पहली बार എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് 5-6 പൂക്കൾ. 5-6 എന്ന് പറഞ്ഞാൽ 5-6 പൂക്കൾ, ചുവന്ന പൂക്കൾ. ഹരെ ഹരെ പത്തോം കി ബീച്ച് സെ ഝാങ്ക് രഹേ थे. ആ പച്ച ഇലകൾക്കിടയിൽ നിന്ന് എത്തിച്ചു നോക്കുന്നുണ്ടായിരുന്നു. ഹരെ ഹരെ എന്ന് പറഞ്ഞാൽ പച്ച, ഝാങ്ക്ന എന്ന് പറഞ്ഞാൽ എത്തിച്ചു നോക്കുന്നു. കിത്തനെ സുന്ദർ ലഗ് രഹേ ഹൈ. എന്തൊരു മനോഹരമാണ് അത് കാണാൻ. मैं भागकर नीचे बगीचे में गई और गुलमोहर के पेड़ से लिपट गई. ഞാൻ ഓടി താഴേക്ക് പോയി, മരത്തിന്റെ അടുത്തേക്ക് പോയി. എന്നിട്ട് പോയിട്ട് എന്താ ചെയ്തത്? മരത്തെ ഓടിപ്പോയി കെട്ടിപ്പിടിച്ചു. ലിപ്പട്ട് ഗई. ലിപ്പട്ന എന്ന് പറഞ്ഞാൽ കെട്ടിപ്പിടിക്കുക. कितनी अच्छी बात हुई, इस बेचारे पर फूल आ गए. നിർമ്മൽ बोली. ഈ കഥ കേട്ടിട്ട് നിർമ്മല എന്താ പറഞ്ഞ?
ഓ, എന്തൊരു നല്ല കാര്യമാണ് ഇത്. ഈ പാവം വൃക്ഷത്തിന്റെ മുകളിൽ പൂക്കൾ വിരിഞ്ഞു. हाँ, मीना बोली। फिर माँ भी बगीचे में आ गई। मैंने माँ से कहा, माँ, मैं अपनी गुलमोहर की 5वीं वर्षगांठ मनाऊंगी। मैं अपनी सहेलियों को दावत दूंगी। माँ ने खुश होकर कहा, जरूर, यही गुलमोहर की छाया में दावत करो। अपनी सब सहेलियों को बुलवाओ। मीना जब कहानी सुना चुकी थी तो उसने गुलमोहर की तरफ देखा। उसको ऐसा लगा जैसे गुलमोहर भी अपनी कहानी सुनता सुनता मुस्कुरा रहा था. അപ്പം നീ എന്താണ് അതിൽ പറയുന്നത്? हाँ, मीना बोली. मीना പറഞ്ഞു. फिर माँ भी बगीचे में आ गई. മീന പോയിട്ട് കെട്ടിപ്പിടിച്ചു. സന്തോഷത്തോടു കൂടി മരത്തിൽ പോയി കെട്ടിപ്പിടിച്ചു. അപ്പം അമ്മയും താഴേക്ക് മരത്തിന്റെ അടുത്തേക്ക്, ആ പൂന്തോട്ടത്തിന്റെ അവിടേക്ക് അമ്മയും എത്തി. मैंने माँ से कहा, माँ, मैं अपने गुलमोहर की 5वीं वर्षगांठ मनाऊंगी. ഞാൻ അമ്മോട് അപ്പം മീന അമ്മോട് എന്താ പറഞ്ഞേ? അമ്മ, ഞാൻ എൻ്റെ ഈ മരത്തിന്റെ, ഈ വാഗമരത്തിന്റെ 5ാമത്തെ വാർഷികം എന്തായാലും ആഘോഷിക്കും. मैं अपनी सहेलियों को दावत दूंगी. ഞാൻ എൻ്റെ കൂട്ടുകാരികളെ വിളിച്ച് അവരെ വിരുന്നു കൊടുക്കും. ദാവത്ത് എന്ന് പറഞ്ഞാൽ വിരുന്ന്. माँ ने खुश होकर कहा, जरूर, यही गुलमोहर की छाया में दावत करो. മാ സന്തോഷത്തോടു കൂടി എന്താ പറഞ്ഞ്? എന്തായാലും കൊടുക്കാം. ഈ മരത്തിന്റെ തണലിൽ വെച്ചിട്ട് തന്നെ നമുക്ക് എല്ലാവർക്കും, മീനയുടെ എല്ലാ കൂട്ടുകാർക്കും ഈ വിരുന്ന് കൊടുക്കാം. ഛായ എന്ന് പറഞ്ഞാൽ തണൽ. അപ്പനി സബ് സഹേലിയോं को बुलाओ. അമ്മ പറയാണ്, നിന്റെ എല്ലാ കൂട്ടുകാരെയും നീ വിളിക്കുക. मीना जब कहानी सुना चुकी थी तो उसने गुलमोहर की तरफ देखा. ഈ കഥയൊക്കെ കൂട്ടുകാരോട് പറഞ്ഞിട്ട് മീന ആ മരത്തിലേക്ക് നോക്കി. उसको ऐसा लगा जैसे गुलमोहर भी अपनी कहानी सुनता सुनता मुस्कुरा रहा था. മീനയ്ക്ക് എന്താ തോന്നിയത്? ഈ കഥ കേട്ടിട്ട് മരത്തിന്റെ കഥ കേട്ടിട്ട് എന്താ ചെയ്യുന്നത്? പുഞ്ചിരിക്കുകയാണ് എന്നാണ് മീരയ്ക്ക് തോന്നിയത്. അതോടുകൂടി നമ്മുടെ ഈ ചാപ്റ്റർ ഇവിടെ അവസാനിക്കുന്നു. അടുത്ത വീഡിയോയിൽ നമ്മൾക്ക് ഈ പാഠത്തിൻ്റെ ചോദ്യോത്തരങ്ങളുമായി തിരിച്ചു കണ്ടുമുട്ടാം. എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെ ബെൽ ബട്ടണും കൂടിയും പ്രസ് ചെയ്യണം, ഫർദർ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ബൈ ചിൽഡ്രൻ.